ശാപം തലയിൽ കൊണ്ടിടാൻ വലിമ വേട്ടല്ലോ. അലിഞ്ഞു നീ ശാപം തലയിൽ കൊണ്ടിടാൻ വലിമ വേട്ടല്ലോ. മനസ്സോടെ ശാപമരത്തിൽ തൂങ്ങിയ മാനുവേലാദേവ ജാത, നിനക്കീ വേദന വരുത്തി വച്ചതി നീച ഞാനയ്യോ. നന്ദി കെട്ടയി നരരെ നരക അഗ്നിയിൽ നിന്നും നേടാൻ. നന്ദി കെട്ടയി നരരെ നരക അഗ്നിയിൽ നിന്നും നേടാൻ. മന്നവാത്തിരു പൊൻകുരുതി നീ ചിന്തി നിന്നല്ലോ. മന്നവാത്തിരു പൊൻകുരുതി നീ ചിന്തി നിന്നല്ലോ. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സദൃശവാക്യങ്ങളുടെ പുസ്തകം 26-ാം അധ്യായം 2-ാം വാക്യം നമുക്ക് ആദ്യം വായിക്കാം. കുരുകിൽ പാറിപ്പോകുന്നതും മീവൽ പക്ഷി പറന്നു പോകുന്നതും പോലെ കാരണം കൂടാതെ ശാപം പറ്റുകയില്ല. കാരണം കൂടാതെ ശാപം പറ്റുകയില്ല. ശപിച്ചാലും ശാപം ഫലിക്കുകയില്ല. തക്കതായ കാരണമില്ലെങ്കിൽ ശാപം ഏൽക്കുകയില്ല. ആര് ശപിച്ചാലും അത് ഏൽക്കുകയില്ല. എത്ര ഉന്നതനായ വ്യക്തിയാണ് ശപിക്കുന്നതെങ്കിലും ആ ശാപം ഫലിക്കുകയില്ല. തക്കതായ കാരണം വേണം. ഒരുപക്ഷെ മുൻവിധി കൊണ്ടായിരിക്കും ശപിക്കുന്നത്, അല്ലെങ്കിൽ വൈരാഗ്യം കൊണ്ടായിരിക്കും ശപിക്കുന്നത്, അല്ലെങ്കിൽ തെറ്റിദ്ധാരണ കൊണ്ടായിരിക്കും ശപിക്കുന്നത്. ഏത് വിധത്തിലാണെങ്കിലും ശാപം ഫലിക്കണമെങ്കിൽ തക്ക കാരണം വേണം. തക്കതായ കാരണമുണ്ടെങ്കിൽ മാത്രമേ ശാപം ഫലിക്കുകയുള്ളൂ. ഇവിടെ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് നോഹ കനാനെ ശപിച്ച വസ്തുതയാണ്. നോഹ കനാനെ ശപിച്ചു. നോഹയുടെ കാലത്ത് നോഹയ്ക്ക് പറ്റിയ ഒരു അബദ്ധമായിരുന്നു നോഹ വിവസ്ത്രനായി കിടന്നത്, വസ്ത്രം മാറി കിടന്നത്. തിരുവചനത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിലാണ് നാം അത് വായിക്കുന്നത്. 9-ാം അധ്യായം 19-ാം വാക്യം നമുക്ക് വായിക്കാം. ഇവർ മൂവരും നോഹയുടെ പുത്രന്മാർ. അവരെ കൊണ്ട് ഭൂമിയൊക്കെയും നിറഞ്ഞു. നോഹ കൃഷി ചെയ്യുവാൻ തുടങ്ങി. ഒരു മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി. അവൻ അതിലെ വീഞ്ഞു കുടിച്ച് ലഹരി പിടിച്ച് തൻ്റെ കൂടാരത്തിൽ വസ്ത്രം നീങ്ങി കിടന്നു. കനാന്റെ പിതാവായ ഹാം പിതാവിൻ്റെ നഗ്നത കണ്ട് വെളിയിൽ ചെന്ന് തൻ്റെ 2 സഹോദരന്മാരെയും അറിയിച്ചു. ശേമും യാഫത്തും ഒരു വസ്ത്രമെടുത്ത് ഇരുവരുടെയും തോളിലിട്ട് വിമുഖരായി ചെന്ന് പിതാവിൻ്റെ നഗ്നത മറച്ചു. അവരുടെ മുഖം തിരിഞ്ഞിരുന്നത് കൊണ്ട് അവർ പിതാവിൻ്റെ നഗ്നത കണ്ടില്ല. നോഹ ലഹരി വിട്ടുണർന്നപ്പോൾ തൻ്റെ ഇളയ മകൻ ചെയ്തത് അറിഞ്ഞു. അപ്പോൾ അവൻ, കനാൻ ശപിക്കപ്പെട്ടവൻ, അവൻ തൻ്റെ സഹോദരന്മാർക്ക് അധമദാസനായിത്തീരും എന്ന് പറഞ്ഞു. കനാനെ നോഹ ശപിക്കുകയായിരുന്നു. തൻ്റെ മകനായ ഹാമിൻ്റെ മകനായ കനാനെ നോഹ ശപിച്ചു. കനാൻ ശപിക്കപ്പെട്ടവനെന്ന് നോഹ പറഞ്ഞു. വാസ്തവത്തിൽ നോഹയ്ക്ക് തെറ്റുപറ്റിയൊരു കാര്യമാണത്.
നോഹയ്ക്ക് അബദ്ധം പറ്റിയതാണ്. നോഹ ലഹരി പിടിക്കരുതായിരുന്നു. നോഹ ദൈവത്തിൻ്റെ വ്രതസ്ഥനാണ്. നോഹ ദൈവത്തിൻ്റെ അഭിഷിക്തനാണ്. നോഹ ദൈവത്തിൻ്റെ പ്രവാചകനാണ്. നോഹ ദൈവത്തിൻ്റെ പ്രതിപുരുഷനാണ്. നോഹ ദൈവത്തിൻ്റെ വചനം അനുസരിച്ച ദൈവഭൃത്യനാണ്. നോഹയ്ക്ക് വാസ്തവത്തിൽ അങ്ങനൊരു അബദ്ധം പറ്റരുതായിരുന്നു. നോഹ ലഹരി പിടിച്ചു. മാത്രമല്ല, ലഹരി മൂലം നഗ്നനായി കിടക്കാനിടയായി. ഞാൻ അന്ന് പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മ കാണും. ഡ്രങ്കൺനെസ് ആൻഡ് നെയ്ക്കഡ്നെസ് ഓഫൺ ഗോ ടുഗദർ. കഴിഞ്ഞൊരവസരത്തിൽ ഞാനത് പറഞ്ഞത് നിങ്ങൾക്ക് ഇപ്പോൾ ഓർക്കാൻ പറ്റുമായിരിക്കും. ഡ്രങ്കൺനെസ് ആൻഡ് നെയ്ക്കഡ്നെസ് ഓഫൺ ഗോ ടുഗദർ. ലഹരിയും നഗ്നതയും പലപ്പോഴും ഒരുമിച്ച് പോകുന്നതാണ്. ലഹരി പിടിച്ചാൽ ലജ്ജാകരമായ നഗ്നത വരാം. തന്നെ മറന്നു പോകാം. തൻ്റെ അഭിമാനം മറന്നുപോയി എന്ന് വരാം. ലജ്ജാകരമായ അനുഭവങ്ങൾ ചിലപ്പോൾ പലതും സംഭവിച്ചെന്ന് വരാം. ലഹരി പിടിച്ചു. നോഹ വിവസ്ത്രനായി കിടന്നു. അപ്പോൾ ഹാം അത് കണ്ട് അക്കാര്യം സഹോദരന്മാരോട് ചെന്ന് പറഞ്ഞു. ഹാം ചെയ്യേണ്ടിയിരുന്നത് അത് മറ്റാരെയും അറിയിക്കാതെ എത്രയും വേഗം അത് മറയ്ക്കുകയായിരുന്നു വേണ്ടിയിരുന്നത്. മറ്റാരെയും അക്കാര്യം കാണിക്കരുത്, അറിയിക്കരുത്. എന്നാൽ ഹാം ആ കാര്യം സഹോദരന്മാരായ ശേമിനോട് യാഫേത്തിനോട് ചെന്ന് പറഞ്ഞു. പക്ഷേ ശേമും യാഫേത്തും വളരെ യോഗ്യമായിട്ടാണ് പ്രവർത്തിച്ചത്. അവർ സ്വന്തം അപ്പൻ്റെ നഗ്നത കാണാതിരിക്കാൻ അവരൊരു വലിയ വസ്ത്രം വിടർത്തി പിടിച്ചുകൊണ്ട് പുറകോട്ട് നടന്നു. അപ്പൻ്റെ നഗ്നത കാണാതെ അവർ പുറകോട്ട് പയ്യെ വസ്ത്രം വിടർത്തി വിരിച്ചു പിടിച്ചുകൊണ്ട് നടന്നു. അപ്പൻ്റെ നഗ്നതയുടെ മീതെ ആ വസ്ത്രം എറിഞ്ഞിട്ടു. ഒരു മകൻ അപ്പൻ്റെ നഗ്നത വെളിപ്പെടുത്തി. നോഹ ലഹരി വിട്ട് ഉണർന്നപ്പോൾ ഈ ഹാം ചെയ്തത് അറിഞ്ഞു. ഹാമിൻ്റെ മകനായ കനാനായിരിക്കണം ഒരു പക്ഷേ അക്കാര്യം അത് കൂടുതൽ പരസ്യപ്പെടുത്തിയത് എന്ന് വേണം വിചാരിക്കാൻ. നമുക്ക് വ്യക്തമായ സൂചനകളില്ല. ഏതായാലും നോഹ ഹാമിൻ്റെ മകനായ കനാനെ ശപിച്ചു. കനാൻ ശപിക്കപ്പെട്ടതെന്ന് പറഞ്ഞു. അവൻ സഹോദരന്മാർക്ക് അധമദാസനായി തീരുമെന്ന് പറഞ്ഞു. വേദപുസ്തകത്തിൽ നാം വായിച്ചു വരുമ്പോൾ മൂന്നാമത്തെ പ്രാവശ്യമാണ് ഒരു ശാപം നാം കാണുന്നത് ഇവിടെ. ഇതിനു മുൻപ് 2 സ്ഥലത്ത് ശാപങ്ങളുണ്ടായിട്ടുണ്ട്. വേദപുസ്തകം വാസ്തവത്തിൽ ശാപത്തിൻ്റെ പുസ്തകമല്ല. വേദപുസ്തകം അനുഗ്രഹത്തിൻ്റെ പുസ്തകമാണ്. ആദിയോടന്തം അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന പുസ്തകമാണ് വേദപുസ്തകം. കാരണം ദൈവം അനുഗ്രഹമാണ്. ദൈവം അനുഗ്രഹം തരുന്നവനാണ്. അനുഗ്രഹമാണ് ദൈവം തന്നുകൊണ്ടിരിക്കുന്നത് എന്നുമെന്നും. മനുഷ്യജാതിയെ ദൈവം അനുഗ്രഹിച്ചു. മനുഷ്യൻ്റെ ഉയർച്ചയിലും വളർച്ചയിലും ദൈവം സന്തോഷിച്ചു. മനുഷ്യൻ അഭിവൃദ്ധിപ്പെടുന്നതിന് ദൈവം ആഗ്രഹിച്ചു. മനുഷ്യൻ ഉത്തരോത്തരം വളർന്നും അഭിവൃദ്ധിപ്പെട്ടും വരുന്നതിന് വേണ്ടി ദൈവം വളരെ താല്പര്യപൂർവ്വം പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വേദപുസ്തകത്തിൻ്റെ ആദ്യത്തെ താളുകൾ മുതൽ അനുഗ്രഹം വഴിഞ്ഞൊഴുകുകയാണ്. ദൈവം സൃഷ്ടിച്ച ഏദൻ തോട്ടത്തിൽ ദൈവം എല്ലാ സജ്ജീകരണങ്ങളും മനുഷ്യൻ ചെയ്തു കൊടുത്തു. തോട്ടം നനയ്പ്പാൻ ഒരു നദി പുറപ്പെട്ടു. പീശോൻ, ഗീഹോൻ, ഹിദ്ദേക്കൽ, ഫ്രാത്ത് എന്ന് 4 കൈവഴിയായി ഒഴുകി തോട്ടം നനച്ചുകൊണ്ടിരുന്നു. നനവ് തരുന്നതായി ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ സമൃദ്ധി എന്നും അങ്ങനെയാണ്. നമ്മെ ദൈവം അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ മനുഷ്യൻ സ്വതന്ത്ര ജീവിയാണ്, സ്വതന്ത്ര ബുദ്ധിയുള്ളവനാണ്. അവന് വിശേഷ ബുദ്ധിയുണ്ട്. വിശേഷ ബുദ്ധിയുള്ള മനുഷ്യൻ സ്വന്തം ഇച്ഛാശക്തിയുള്ളവനാണ്. അവൻ്റെ സ്വന്തം ഇച്ഛാശക്തി കൊണ്ട്, സ്വന്തം വിൽ പവർ കൊണ്ട് അവന് വേണമെങ്കിൽ അനുഗ്രഹത്തെ തടഞ്ഞു വയ്ക്കാം, അനുഗ്രഹം വേണ്ടെന്ന് വയ്ക്കാം. ദൈവവും അനുഗ്രഹം അടിച്ചേൽപ്പിക്കുകയില്ല. ദൈവം അനുഗ്രഹം നിർബന്ധിച്ചാരെയും പരമേൽപ്പിക്കുകയില്ല. അനുഗ്രഹത്തിൻ്റെ കവാടം ദൈവം തുറന്നു വയ്ക്കുകയാണ്. ആർക്കും അനുഗ്രഹം പ്രാപിക്കാം. അനുഗ്രഹം എല്ലാവർക്കും ഒരുപോലെ ഏറ്റെടുക്കാവുന്നതാണ്. ജീവനുള്ള ദൈവം അങ്ങനെയാണ് ചെയ്യുന്നത്. എന്നും അനുഗ്രഹം. പക്ഷേ മനുഷ്യന് അനുഗ്രഹത്തിൻ്റെ വാതിൽ അവൻ അടച്ചു പിടിക്കാം.
അനുഗ്രഹത്തിൻ്റെ വാതിൽ അടച്ചു പിടിച്ചുകൊണ്ട് എനിക്ക് അനുഗ്രഹം വേണ്ട എന്ന് മനുഷ്യന് പറയാം. എനിക്ക് അനുഗ്രഹം വേണ്ട എന്ന് മനുഷ്യന് അനുഗ്രഹത്തെ നിഷേധിക്കാം. ആദ്യം മനുഷ്യൻ ഏദൻ തോട്ടത്തിൽ സമൃദ്ധിയിലും സന്തോഷത്തിലും സമാധാനത്തിലും ഐശ്വര്യത്തിലും വെളിച്ചത്തിലും ജീവിക്കുന്ന കാലത്ത് മനുഷ്യൻ്റെ സമൃദ്ധി കണ്ട് അസൂയാലുവായ സാത്താൻ കടന്നു ചെന്നു. അതാണ് ഒന്നാമത്തെ ശാപം. നമുക്ക് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ നാം അത് കാണുകയാണ്. വേദപുസ്തകത്തിലെ ഒന്നാമത്തെ ശാപം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ മനുഷ്യൻ്റെ സമൃദ്ധി കണ്ട് അസൂയാലുവായ സാത്താൻ മനുഷ്യൻ്റെ ഐശ്വര്യത്തിലേക്ക് പ്രവേശിക്കുന്നു, മനുഷ്യൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുന്നു, മനുഷ്യൻ നശിപ്പിക്കാൻ പരിശ്രമിക്കുന്നു. മനുഷ്യന് ശാപം വരുവാൻ സാത്താൻ ഉപയോഗിച്ച തന്ത്രം അവിശ്വാസം ഉളവാക്കുക എന്നുള്ളതായിരുന്നു. അവിശ്വാസം ഉളവാക്കുന്നു. നമുക്ക് വായിക്കാം. 3-ാം അധ്യായം 1-ാമത്തെ വാക്യം മുതൽ വായിക്കാം. യഹോവയായ ദൈവം ഉണ്ടാക്കിയ എല്ലാ കാട്ടുജന്തുക്കളെക്കാളും പാമ്പ് കൗശലമേറിയതായിരുന്നു. അത് സ്ത്രീയോട്, തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിൻ്റെ ഫലവും നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. സ്ത്രീ പാമ്പിനോട്, തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലം ഞങ്ങൾക്ക് തിന്നാം, എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് തോട്ടത്തിൻ്റെ നടുവിലുള്ള വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്, തൊടുകയും അരുത് എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. പാമ്പ് സ്ത്രീയോട്, നിങ്ങൾ മരിക്കയില്ല നിശ്ചയം, അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണ് തുറക്കുകയും നിങ്ങൾ നന്മ തിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആകുകയും ചെയ്യും എന്ന് ദൈവം അറിയുന്നു എന്ന് പറഞ്ഞു. വളരെ കൗശലപൂർവം തന്ത്രശാലിയായ പിശാച് മനുഷ്യനെ കെണിയിലാക്കുകയാണ്. അവിശ്വാസം മനുഷ്യൻ്റെ ഹൃദയത്തിൽ കുത്തിവെക്കുകയാണ്. അവിടെ ഹൗവയെ തന്ത്രപൂർവം സാത്താൻ സമീപിക്കുന്നു. സാത്താൻ പറയുകയാണ്, തോട്ടത്തിലുള്ള സകല വൃക്ഷങ്ങളുടെയും ഫലം നിങ്ങൾക്ക് അനുഭവിക്കാൻ അനുവാദമുണ്ടോ എന്ന്. എത്ര കൗശലത്തോടെയാണ് ചോദിക്കുന്നത്. ഇതെല്ലാം നിങ്ങൾക്ക് അനുഭവിക്കാമോ? സ്ത്രീ വളരെ അഭിമാനത്തോടെ പറയുകയാണ്, വളരെ സന്തോഷത്തോടെ പറയുകയാണ്, എല്ലാം ഞങ്ങൾക്ക് ദൈവം തന്നിരിക്കുകയാണ്. ഈ തോട്ടം ദൈവം ഞങ്ങൾക്ക് തന്ന ദാനമാണ്. പറയുന്നതിൻ്റെ ആശയമാണ്, ഈ തോട്ടം ഞങ്ങൾക്ക് ദൈവം തന്ന ദാനമാണ്, ദൈവം തന്ന അനുഗ്രഹമാണ്, ദൈവം ഞങ്ങൾക്ക് തന്ന ഭാഗ്യമാണ്. ഇതെല്ലാം ഞങ്ങൾക്ക് അനുഭവിക്കാം. പക്ഷേ ഞങ്ങളോട് ദൈവം ഒരു പ്രത്യേക കാര്യം പറഞ്ഞിട്ടുണ്ട്. നന്മതിന്മയുടെ അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം മാത്രം നിങ്ങൾ തിന്നരുത്, അത് തിന്നാൽ നിങ്ങൾ മരിക്കുമെന്ന് ദൈവം ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട്. വാസ്തവമായി ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ എന്നായിരുന്നു പിശാചിൻ്റെ ചോദ്യം. അങ്ങനെ തന്നെ കൽപ്പിച്ചിട്ടുണ്ടോ? വാസ്തവമായി ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ? ഒരു ചെറിയ സംശയത്തിൻ്റെ നാമ്പ്, സംശയത്തിൻ്റെ കണിക മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് സാത്താൻ നടുകയാണ്. ചെറിയൊരു സംശയം, വാസ്തവമായി അങ്ങനെ തന്നെയാണോ? വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ? ആ സംശയത്തിൽ നിന്ന് പയ്യെ ശാപത്തിൻ്റെ വിഷം കയറി പറ്റുകയാണ്. ആ സംശയത്തിൽ നിന്ന് അനർത്ഥം കയറി പറ്റുകയാണ്. അവിശ്വാസത്തിൻ്റെ ഒരു നേരിയ അംശം മനുഷ്യ ഹൃദയത്തിലേക്ക് സാത്താൻ കുത്തിവയ്ക്കുകയാണ്. അതൊരു വിഷമായിരുന്നു. അത് വിഷം, മനുഷ്യനെ നശിപ്പിക്കുവാനുള്ള വിഷം, അവിശ്വാസം. സാത്താൻ ചോദിക്കുകയാണ്, തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിൻ്റെ ഫലവും നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. യാതൊരു വൃക്ഷത്തിൻ്റെ ഫലവും തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ? സ്ത്രീ പറയുകയാണ്, തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലം ഞങ്ങൾക്ക് തിന്നാം, എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് തോട്ടത്തിന് നടുവിലുള്ള വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്, തൊടുകയും അരുത് എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞു. ദൈവം കൽപ്പിച്ചിട്ടില്ല. തൊടരുതെന്ന് ദൈവം പറഞ്ഞിട്ടില്ല. തൊടുകയും അരുത് എന്ന് സ്ത്രീയുടെ ആവേശത്തോടെ ഇവൾ പറയുകയാണ്. തിന്നരുതെന്നേ ദൈവം പറഞ്ഞിട്ടുള്ളൂ, തിന്നാൽ മരിക്കുമെന്നേ പറഞ്ഞിട്ടുള്ളൂ. തൊടുകയും അരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് ദൈവം പറയാത്തത് അവൾ എടുത്തു പറയുകയാണ്. പറഞ്ഞത് കുറയ്ക്കുക മാത്രമല്ല, പറയാത്തത് പറയുന്നതും അതും അപകടമാണ്. ദൈവത്തിൻ്റെ വചനത്തിൽ അല്പം മായം കലർത്തുകയാണ്. ദൈവത്തിൻ്റെ വചനത്തിൽ കൂട്ടിച്ചേർക്കുകയാണ്. വചനത്തിൽ അല്പം കൂട്ടിച്ചേർത്ത് ആ വചനത്തെ അല്പം ഒന്ന് വളച്ചൊടിക്കുകയാണ്. തൊടുകയും വരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട്. ദൈവം തുടരുതെന്ന് പറഞ്ഞിട്ടില്ല. എന്നാൽ സ്ത്രീയുടെ വ്യഗ്രത കൊണ്ട്, ആവേശം കൊണ്ട് അവൾ പറയുകയാണ്, തൊടുകയും വരുത് എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. സാത്താൻ പറയുകയാണ്, അപ്പോൾ വായിക്കാം, നിങ്ങൾ മരിക്കയില്ല നിശ്ചയം. ഇല്ലില്ല, നിങ്ങൾ മരിക്കുകയില്ല നിശ്ചയം. പിന്നെ
അവിശ്വാസം ശക്തമായി ഹൃദയത്തിലേക്ക് കൊടുക്കുകയാണ്. ശാപത്തിൻ്റെ വരവാണ് നാം കാണുന്നത്. അവിശ്വാസം ശക്തമായിട്ട് അവരുടെ ഹൃദയത്തിലേക്ക് കൊടുക്കുകയാണ്. നിങ്ങൾ മരിക്കുകയില്ല നിശ്ചയം. അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണ് തുറക്കുകയും നിങ്ങളുടെ കണ്ണ് തുറക്കും. തിന്നാൽ നിങ്ങളുടെ കണ്ണ് തുറക്കും. നിങ്ങൾ നന്മ തിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആകുകയും ചെയ്യും എന്ന് ദൈവം അറിയുന്നു എന്ന് പറഞ്ഞു. വളരെ തന്ത്രപൂർവ്വം പറയുകയാണ്, നിങ്ങൾ ദൈവത്തെ പോലെയാകും. നിങ്ങളുടെ കണ്ണ് തുറക്കും. നിങ്ങൾ മരിക്കുകയില്ല. നിങ്ങൾ ദൈവത്തെ പോലെയാകും. അവിടെ കൊണ്ട് നിർത്തിയില്ല. നിങ്ങൾ ദൈവത്തെ പോലെയാകുമെന്ന് ദൈവം അറിയുന്നു. അവിടെയാണ് തന്ത്രം. ദൈവത്തിനറിയാം നിങ്ങൾ ദൈവത്തെ പോലെയാകുമെന്ന്. നിങ്ങൾ ദൈവത്തെ പോലെ ആകരുത് എന്ന് ദൈവത്തിന് ഉദ്ദേശമുണ്ട്. അതുകൊണ്ടാണ് തിന്നരുതെന്ന് പറഞ്ഞിരിക്കുന്നത്. മനുഷ്യൻ്റെ ഹൃദയത്തിൽ വളരെ കൗശലപൂർവം വിഷം സാത്താൻ കുത്തിവെക്കുകയാണ്. നിങ്ങൾ അത് തിന്നാൽ മരിക്കുകയില്ല പിശാച് പറയുകയാണ്. ദൈവം പറഞ്ഞു തിന്നാൽ മരിക്കും. 2, ദൈവം പറഞ്ഞു തിന്നുന്ന നാളിൽ മരിക്കും. എന്നാൽ സാത്താൻ പറയുന്നു നിങ്ങൾ മരിക്കുകയില്ല. നിങ്ങൾ തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണ് തുറക്കും. തിന്നുന്ന നാളിൽ മരിക്കുമെന്ന് ദൈവം പറഞ്ഞു. തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണ് തുറക്കും. മാത്രമല്ല നിങ്ങൾ ദൈവത്തെ പോലെ ആകും. ഇത്രയും കൊണ്ട് നിർത്താതെ വീണ്ടും പറയുന്നു, നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്ന് ദൈവം അറിയുന്നു. ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് സംശയം വരികയാണ്. ദൈവം ഞങ്ങളെ സ്നേഹിക്കുന്നില്ല എന്ന ചിന്ത വരികയാണ്. ദൈവം ഞങ്ങളെ കരുതുന്നില്ല എന്നുള്ള ചിന്ത വരികയാണ്. ഞങ്ങൾ ദൈവത്തെ പോലെ ആകണമെന്ന ദൈവത്തിന് ആഗ്രഹമില്ല എന്ന ചിന്ത വരികയാണ്. ഞങ്ങൾ ദൈവത്തെ പോലെ ആകണമെന്ന് ദൈവം ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ ദൈവം തിന്നുവാൻ ഞങ്ങൾ അനുവദിച്ചേനെ എന്നുള്ള ചിന്ത ഹൃദയത്തിലേക്ക് കുത്തിവയ്ക്കുകയാണ്. സാത്താൻ കൗശലപൂർവ്വം പ്രവർത്തിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്ന് ദൈവം അറിയുന്നു എന്ന് പറഞ്ഞ് ഹവ്വയുടെ ഹൃദയത്തിൽ, സ്ത്രീയുടെ ഹൃദയത്തിൽ സംശയം വളർത്തിയെടുത്തു. അവൾ വൃക്ഷഫലം പറിച്ചു തിന്നു, ഭർത്താവിനും കൊടുത്തു. അങ്ങനെ മനുഷ്യൻ പാപം ചെയ്തു. ദൈവം തോട്ടത്തിലേക്ക് വന്നു. മനുഷ്യൻ ഭയപ്പെട്ട് ഒളിച്ചിരിക്കുകയായിരുന്നു. തെറ്റുപറ്റിക്കഴിഞ്ഞു. ദൈവിക സംസർഗം പോയി. അവൻ നഗ്നനായി തീർന്നു. അവൻ്റെ വിശുദ്ധിയുടെ വസ്ത്രം ഉരിഞ്ഞുപോയി. തേജസ്സിൻ്റെ വസ്ത്രം നഷ്ടപ്പെട്ടു പോയി. അവൻ ധരിച്ചിരുന്നതായ ദൈവത്തിൻ്റെ സ്വരൂപവും സാദൃശ്യവും നഷ്ടപ്പെട്ടു പോയി. ദൈവത്തിൻ്റെ സ്വരൂപവും ദൈവത്തിൻ്റെ സാദൃശ്യവും ദൈവത്തിൻ്റെ സ്നേഹമാണ്, ദൈവത്തിൻ്റെ വിശുദ്ധിയാണ്, ദൈവത്തിൻ്റെ സ്വഭാവമാണ്. അത് നഷ്ടപ്പെട്ടു പോയി. ആ സ്വഭാവം നഷ്ടപ്പെട്ടതോടെ, ദൈവിക തേജസ് നഷ്ടപ്പെട്ടതോടെ അവൻ നഗ്നനാണെന്ന് അവൻ അറിഞ്ഞു. അവൻ ഭയപ്പെട്ടു. അവൻ ഒളിച്ചു. അവൻ ലജ്ജാവിവശനായി ഒളിച്ചു നിൽക്കുകയാണ്. വൃക്ഷങ്ങളുടെ ഇടയിൽ അവൻ മറഞ്ഞിരുന്നപ്പോഴാണ് സ്നേഹവാനായ ദൈവം തോട്ടത്തിലേക്ക് വരുന്നത്. തോട്ടത്തിലേക്ക് ദൈവം വന്ന് മനുഷ്യൻ ദൈവം വിളിക്കുകയാണ്. നീ എവിടെയെന്ന് ചോദിച്ചുകൊണ്ട് തോട്ടത്തിലൂടെ ദൈവം നടക്കുകയാണ്. ദൈവത്തിനറിയാമല്ലോ മനുഷ്യൻ എവിടെയാണെന്ന്. എന്തെല്ലാം സംഭവിച്ചു പോയി എന്ന് ദൈവത്തിനറിയാമല്ലോ. മനുഷ്യൻ തെറ്റുപറ്റിയെന്നറിയാമല്ലോ. പക്ഷേ നീ എവിടെയെന്ന് ദൈവം ചോദിച്ചത്, അവൻ എവിടെയെന്ന് മനുഷ്യൻ തന്നെത്താൻ അറിയേണ്ടിയിരിക്കുന്നു. അവൻ എത്രത്തോളം അപകടത്തിലായി എന്ന് അവൻ തന്നെത്താൻ അറിയേണ്ടിയിരിക്കുന്നു. ക്രിസ്തീയ ജീവിതത്തിൻ്റെ മർമ്മം നാം ഇവിടെ കാണുകയാണ്. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നാം എവിടെ നിൽക്കുന്നുവെന്ന് നാം ഓരോരുത്തരും അറിയണം. നമ്മുടെ അവസ്ഥ നാം തന്നെ അറിയണം. ഇന്ന് പിശാച് ചെയ്യുന്ന ഏറ്റവും വലിയ കെണി, നമ്മുടെ തനതായ അവസ്ഥ നാം അറിയാതിരിക്കത്തക്കവണ്ണം അവൻ നമ്മുടെ അകത്തെ കണ്ണുകളെ മൂടിക്കളയുന്നു. അകത്തെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടുത്തി കളയുന്നു. എൻ്റെ അവസ്ഥ എന്ത് എന്ന് എനിക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റാത്തതുപോലെ, എനിക്ക് തെറ്റായ ഒരു ബോധം ഉണ്ടാകത്തക്കവണ്ണം എന്നെ സാത്താൻ വഞ്ചിച്ച് കെണിയിലാക്കുന്നു. മനുഷ്യൻ ധരിക്കേണ്ടതായ വസ്തുത ഇതാണ്. മനുഷ്യന് തന്നെത്താൻ ചതിക്കുന്ന അനുഭവം വരികയാണ്. തന്നെത്താൻ വഞ്ചിക്കുകയാണ്. ഞാൻ എവിടെ നിൽക്കുന്നതെന്ന് ഞാൻ അറിയാതിരിക്കുക. എൻ്റെ ആത്മാവിൻ്റെ അവസ്ഥ ഞാൻ അറിയാതിരിക്കുക. എൻ്റെ ആത്മാവിൻ്റെ ഹീനാവസ്ഥ ഞാൻ ഗ്രഹിക്കാതിരിക്കുക. എൻ്റെ ആത്മാവിൻ്റെ ലജ്ജാവസ്ഥ ഞാൻ അറിയാതിരിക്കുക. എൻ്റെ ആത്മാവിൻ്റെ നഗ്നത ഞാൻ അറിയാതിരിക്കുക. എൻ്റെ ഹൃദയത്തിൽ വന്നിരിക്കുന്ന പാപത്തിൻ്റെ ഭീകരത ഞാൻ തന്നെ മനസ്സിലാക്കാതിരിക്കുക. മനുഷ്യന് പറ്റുന്ന ഏറ്റവും വലിയ അപകടം അതാണ്. ഈ അപകടം മനുഷ്യനെ പറ്റിയെന്നറിഞ്ഞ് അവനെ അക്കാര്യം ഓർമ്മിപ്പിക്കാൻ ദൈവം ഇതാ തോട്ടത്തിൻ്റെ വൃക്ഷങ്ങളുടെ ഇടയിലൂടെ നടക്കുകയാണ്. നീ എവിടെയെന്ന് വിളിച്ചുകൊണ്ട് ദൈവം നടക്കുകയാണ്. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ സ്വരമാണ് കേൾക്കുന്നത്. നീ എവിടെയെന്നുള്ള ദൈവത്തിൻ്റെ ശബ്ദം. മകനെ, നീ എവിടെയാണ് ഒളിച്ചിരിക്കുന്നത്? നീ എവിടെയാണ് മറഞ്ഞിരിക്കുന്നത്? നീ എന്നെ വിട്ട് എവിടെയാണ് മാറിയിരിക്കുന്നത്?
എന്നോട് നടക്കാറുള്ളതിൻ്റെ സാന്നിധ്യം ഇപ്പോൾ എവിടെ പോയി? എൻ്റെ കൂടെ നടക്കാറുണ്ടായിരുന്ന നിൻ്റെ ആ സന്തോഷം എവിടെ നഷ്ടപ്പെട്ടു പോയി? എവിടെയാണ് നിനക്ക് കേടുപറ്റിയത്? ദൈവത്തിന് സ്തോത്രം. സഹോദരീ സഹോദരങ്ങളെ, നിങ്ങൾ ദയവായി ശ്രദ്ധിക്കൂ. ഇന്ന് നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം, എവിടെയാണ് നിങ്ങളുടെ ആത്മാവിന് കേടുപറ്റിയിരിക്കുന്നത്? നിങ്ങളുടെ ആത്മാവ് മരിച്ചുപോയത് എവിടെയാണ്? എവിടെയാണ് നിങ്ങളുടെ ആത്മാവിന് അന്ധകാരം വന്നിരിക്കുന്നത്? ഏത് കാര്യത്തിലാണ് നിങ്ങൾക്ക് അനർത്ഥം സംഭവിച്ചിരിക്കുന്നത്? പൈശാചികൻ നിങ്ങളെ കെണിയിലാക്കിയിരിക്കുന്നത് ഏത് വിഷയത്തിലാണ്? സാത്താൻ നിങ്ങളെ സ്വാധീനിച്ചിരിക്കുന്നത് ഏത് അപകടകരമായ കാര്യത്തിലാണ്? നിങ്ങളെ ദൈവത്തിൻ്റെ വചനത്തിലുള്ളതായി അവിശ്വാസത്തിലേക്ക് സാത്താൻ കൊണ്ടുപോയത് ഏതെല്ലാം വിധങ്ങളിലാണ്? അവിശ്വാസ ചിന്തകൾ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് തരികയും സംശയ ചിന്തകൾ നിങ്ങളുടെ ഹൃദയത്തിൽ അങ്കുരിപ്പിക്കുകയും ചെയ്ത് നിങ്ങളെ നാശത്തിലേക്ക് പിശാചി നയിച്ചു കൊണ്ടുപോയിരിക്കുന്ന ഏതെല്ലാം കാര്യങ്ങളിലാണ്? ദൈവത്തിൻ്റെ സ്നേഹം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നീ എവിടെ എന്ന് ചോദിച്ചുകൊണ്ട്, വേദപുസ്തകത്തിൻ്റെ 1-ാമത്തെ ചോദ്യം ചോദിച്ചുകൊണ്ട്, ജീവനുള്ള ദൈവം ഏദൻ തോട്ടത്തിൻ്റെ വൃക്ഷങ്ങളുടെ ഇടയിലൂടെ സഞ്ചരിക്കുകയാണ്. ആ സ്നേഹത്തിൻ്റെ സ്വരം, മനുഷ്യനെ വിളിക്കുന്നതായ സ്നേഹത്തിൻ്റെ സ്വരം. ആദാമേ നീ എവിടെയെന്ന് വേദപുസ്തകത്തിൽ വാക്യമില്ല. മനുഷ്യ നീ എവിടെയെന്ന് വേദപുസ്തകത്തിൽ വാക്യമില്ല. പക്ഷേ യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ചു, നീ എവിടെയെന്ന് ചോദിച്ചു. നീ എവിടെ? ദൈവത്തിന് സ്തോത്രം. ശാപത്തിൻ്റെ ആരംഭം മനുഷ്യൻ എവിടെയാണെന്ന് അവൻ അറിയാതിരിക്കുന്നതാണ്. ശാപത്തിൻ്റെ ആരംഭം മനുഷ്യൻ എവിടെയാണെന്ന് അവന് സ്വയം ബോധ്യപ്പെടാതിരിക്കുന്നതിലാണ്. ഓരോരുത്തരും അവരവരുടെ അവസ്ഥ മനസ്സിലാക്കുവാൻ സാധിക്കണമെങ്കിൽ ഈ തിരുവചനത്തിലേക്ക് തന്നെ നോക്കണം. തിരുവചനത്തിലേക്ക് നോക്കി നമ്മെ തന്നെ നാം കാണണം. വചനം ഒരു കണ്ണാടിയാണ്. ഈ കണ്ണാടിയിലൂടെ നമ്മെ തന്നെ നാം കാണണം. ഈ കണ്ണാടിയിലൂടെ നാം നോക്കുമ്പോൾ നമ്മുടെ തനതായ പ്രകൃതം നമുക്ക് മനസ്സിലാകും. വേദപുസ്തകത്തിലെ തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മെ നാം ശോധന ചെയ്യണം. വേദപുസ്തക വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മെ നാം പരിശോധിക്കണം. അങ്ങനെ നാം നമ്മെ തന്നെ നോക്കുമ്പോൾ അപ്പോഴാണ് എൻ്റെ അവസ്ഥ ഭയാനകമായി പോയി എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ അവസ്ഥ അപകടകരമായ സ്ഥിതിയിലാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ദൈവത്തിൽ നിന്ന് അകന്നുപോയി എന്ന് മനസ്സിലാക്കുന്നത്. ദൈവത്തിൻ്റെ സ്വരൂപം നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കുന്നത്. ദൈവത്തിൻ്റെ സാദൃശ്യം നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കുന്നത്. ദൈവത്തിൻ്റെ സ്വഭാവം നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കുന്നത്. കർത്താവേ, ഞാൻ നിന്നിൽ നിന്ന് അകന്നുപോയി. ജീവനുള്ള ദൈവം വേദനയോടെ വിളിച്ചുകൊണ്ട് നടക്കുകയാണ്. ഇന്ന് ഇപ്പോൾ പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് സ്നേഹത്തോടെ ദൈവത്തിൻ്റെ ആത്മാവ്, മകനെ നീ എവിടെയാണ് മറഞ്ഞിരിക്കുന്നത്? മകളെ നീ എവിടെയാണ് മറഞ്ഞിരിക്കുന്നത്? നീ മറഞ്ഞിരിക്കുന്ന പാപം ഏതാണ്? എവിടെയാണ് നിനക്ക് തെറ്റുപറ്റിയത്? ഏത് കാര്യത്തിലാണ് നിനക്ക് അപകടം സംഭവിച്ചത്? എവിടെയാണ് നിൻ്റെ ബന്ധം നഷ്ടപ്പെട്ടു പോയത്? ദൈവത്തോടുള്ളതായ ശരണം കണ്ടിച്ചു പോയത് എവിടെയാണ്? ദൈവത്തോടുള്ളതായ ശരണം മുറിഞ്ഞു പോയത് എവിടെയാണ്? ദൈവത്തോടുള്ളതായ ബന്ധം മുറിഞ്ഞു പോയത് എവിടെയാണ്? ദൈവത്തോടുള്ളതായ ശരണത്തിൽ ജീവിച്ചില്ലെങ്കിൽ നാം ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകുമ്പോൾ നിത്യ അന്ധകാരത്തിലേക്ക് പോകും. ദൈവത്തോടുള്ളതായ ബന്ധത്തിൽ ജീവിച്ചില്ലെങ്കിൽ നാം ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകുമ്പോൾ നിത്യനാശത്തിലേക്ക് പോകും. സ്നേഹിതരെ, ഇതെല്ലാം നമുക്കറിയാവുന്ന വസ്തുതകളല്ലേ? എന്നാൽ ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ദയവായിട്ടും ചിന്തിക്കാമോ, എനിക്ക് അനർത്ഥം സംഭവിച്ചിട്ടുണ്ടോ? എനിക്ക് പാപം സംഭവിച്ചിട്ടുണ്ടോ? എനിക്ക് അവിശ്വാസം വന്നിട്ടുണ്ടോ? എനിക്ക് ശാപകരമായ ദോഷങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ? എൻ്റെ ജീവിതത്തിൽ നാശം വരുത്തുവാൻ തക്കവണ്ണം ഞാൻ പാപത്തിൽ കുടുങ്ങിയിട്ടുണ്ടോ? ഞാൻ സാത്താൻ്റെ ആലോചനയ്ക്ക് ചെവി കൊടുത്തിട്ടുണ്ടോ? പൈശാചിക ശക്തിയുടെ ദുഷ്ടമായ പ്രേരണയ്ക്ക് ഞാൻ വശമതനായിട്ടുണ്ടോ? ദുഷ്ടശക്തിയായ പൈശാചികന് ഞാൻ ഇടം കൊടുത്തിട്ടുണ്ടോ? ഹീനശക്തിയായ പൈശാചികൻ എന്നെ വശീകരിക്കാൻ തക്കവണ്ണം ഞാൻ വിട്ടുകൊടുത്തിട്ടുണ്ടോ? അവൻ്റെ ആലോചനകൾ, അവിശ്വാസ ചിന്തകൾ, സംശയ വിചാരങ്ങൾ എൻ്റെ ഹൃദയത്തെ കീഴടക്കുവാൻ ഞാൻ നിന്നു കൊടുത്തിട്ടുണ്ടോ? ദുഷ്ടനായ പൈശാചികൻ്റെ ആലോചനകളുടെ ഹൃദയത്തേക്ക് കടക്കുവാൻ ഞാൻ ഇടം കൊടുത്തിട്ടുണ്ടോ? ചിന്തിക്കൂ പ്രിയപ്പെട്ടവരെ. അപ്പോൾ മനസ്സിലാകും, എൻ്റെ കർത്താവേ, എനിക്ക് തെറ്റ് പറ്റിപ്പോയി എന്ന്. നീ എവിടെ എന്നുള്ള ചോദ്യം, അയ്യോ ഞാനിവിടെ ഉണ്ട് എന്ന് തിരിച്ചറിയാൻ നമുക്കപ്പോൾ കഴിയും. ഞാൻ മറഞ്ഞിരിക്കുകയാണ് തിരിച്ചറിയാൻ കഴിയും. ഞാൻ ഭയപ്പെട്ട് നിൽക്കുകയാണ് തിരിച്ചറിയാൻ പറ്റും. ഞാൻ നഗ്നനാണ് തിരിച്ചറിയാൻ പറ്റും. എനിക്ക് തിരുവൻപാകരാൻ യോഗ്യതയില്ല എന്ന് തിരിച്ചറിയാൻ പറ്റും. അപ്പോഴാണ് അനുതാപം തുടങ്ങുന്നത്. അപ്പോഴാണ് ഹൃദയം തകർന്ന് കരയുന്നത്. ഇന്ന് സ്നേഹിതരെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ദൈവത്തിൽ നിന്ന് അകന്നുപോയി എന്ന് ഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾ തകരുക, നിങ്ങൾ കരയുക. ദൈവത്തിൽ നിന്ന് അകന്നുപോയ കാര്യങ്ങൾ എവിടെയെല്ലാമെന്ന് നിങ്ങൾ ഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾ അനുതാപത്തോടെ ദൈവസന്നിധിയിലേക്ക് വേദനയോടെ കടന്നു വരിക. ഹോശയ്യ പ്രവാചക പുസ്തകം 14-ാം അധ്യായം 1-ാം വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. ഇസ്രായേലേ, നിന്റെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് മടങ്ങിച്ചെല്ലുക. ഇസ്രായേലേ, നിന്റെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് മടങ്ങിച്ചെല്ലുക. നിന്റെ അകൃത്യം നിമിത്തമല്ലോ നീ വീണിരിക്കുന്നത്. നിന്റെ അകൃത്യം നിമിത്തമല്ലോ നീ വീണിരിക്കുന്നത്. നിങ്ങൾ അനുതാപവാക്യങ്ങളോടുകൂടെ യഹോവയുടെ അടുക്കൽ മടങ്ങിച്ചെന്ന് അവനോട് യഹോവയുടെ അടുക്കലേക്ക് മടങ്ങിച്ചെന്ന് അവനോട് സകല അകൃത്യത്തെ ക്ഷമിച്ച്
സകല അകൃത്യത്തെയും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ കൃപയോട് കൈക്കൊള്ളണമേ. ഞങ്ങളെ കരുണയോടെ കൃപയോടെ കൈക്കൊള്ളണമേ എന്നപേക്ഷിക്കുക. ദൈവത്തിന് സ്തോത്രം. സകല കൃത്യവും ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ കരുണയോട് കൈക്കൊള്ളണമേ. ഇസ്രായേലേ, ഇതിൻ്റെ ദൈവമായ അടുക്കലേക്ക് നീ മടങ്ങി വരിക. നീ ഇനിയും അകന്നു നിൽക്കല്ലേ, നീ ഇനിയും മറഞ്ഞു നിൽക്കല്ലേ, നീ ഇനിയും ഒളിച്ചു നിൽക്കല്ലേ, നീ ഇനിയും ലജ്ജാവിവശനായി നിൽക്കല്ലേ, നീ ഇനിയും ഭയപ്പെട്ട് മാറി നിൽക്കല്ലേ, നീ ദൈവത്തിൽ നിന്ന് അകന്നു നിൽക്കല്ലേ. നീ ദൈവത്തിൻ്റെ മോഹന സൃഷ്ടിയാണ്. നീ ദൈവത്തോട് നടക്കേണ്ടവനാണ്. ദൈവത്തിൻ്റെ സ്വരൂപം ലഭിച്ചവനാണ്. ദൈവത്തിൻ്റെ സാദൃശ്യം കിട്ടിയവനാണ്. ദൈവത്തിൻ്റെ സഹിത്വം പൂണ്ടവനാണ്. ദൈവത്തിൻ്റെ സംസർഗത്തിൽ സന്തോഷിച്ചവനാണ്. നീ ഒരു സമയത്ത് ദൈവത്തിൻ്റെ സംസർഗത്തിൻ്റെ സന്തോഷവും സുഖവും അനുഭവിച്ചവനാണ്. മകനെ, നീ മടങ്ങി വരിക. വാക്യങ്ങളോട് മടങ്ങി വരിക. നിൻ്റെ അകൃത്യ നിമിത്തം നീ വീണിരിക്കുകയാണ്. നിനക്ക് വന്നിരിക്കുന്ന അപകടം എന്തായാലും തിരിച്ചറിഞ്ഞുകൊണ്ട് മടങ്ങി വരിക. ശാപത്തിൽ നിന്ന് മോചനം നേടുക. ദൈവത്തിൻ്റെ സ്നേഹം നമ്മെ നിർബന്ധിക്കുന്നു. ദൈവത്തിൻ്റെ സ്നേഹം നമ്മെ വിളിക്കുന്നു. കാരുണ്യവാനായ ദൈവത്തിനതിലേക്ക് ദയവായി നിങ്ങൾ ഓടി വരിക. പ്രാർത്ഥനയോടെ മടങ്ങി വരിക. വാക്യങ്ങളോട് മടങ്ങി വരിക. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങൾ എവിടെയാണ് എന്ന് ഞങ്ങൾ തന്നെ തിരിച്ചറിയുവാൻ അവിടുത്തെ വചനം ഞങ്ങൾക്ക് സഹായകമായതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ സ്ഥിതി ഞങ്ങൾ തന്നെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം നിൻ്റെ വചനത്തിൻ്റെ പ്രകാശം ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് ഞങ്ങൾക്ക് ജ്വലിപ്പിച്ച് തരുന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നാഥ, ഈ വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. എല്ലാവരോടും മനസ്സിലെയ്യണമേ. ആത്മാവിൻ്റെ അവസ്ഥ ഗ്രഹിച്ചുകൊണ്ട് ജീവനുള്ള ക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വന്ന് സമാധാനവും സന്തോഷവും ഐശ്വര്യവും പ്രാപിപ്പാൻ എല്ലാവർക്കും സംഗതിയാകണമേ. തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമീൻ.